നമസ്കാരം. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അല്ലെങ്കിൽ എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? ഞാൻ എന്തിന് ജീവിക്കുന്നു? എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? എങ്കിൽ ഒരുപക്ഷേ നിങ്ങളുടെ ആത്മീയ യാത്രയിലായിരിക്കാം. നിങ്ങൾ ആത്മീയ യാത്രയിലാണോ എന്നുള്ളതിൻ്റെ 6 ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ആത്മീയ യാത്രയിലാണോ അതോ താങ്കൾ മിഡ് ലൈഫ് ക്രൈസിസിലാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഐ എം ഓൺ എ സ്പിരിച്വൽ ജേർണി. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ടാരോ പഠിപ്പിക്കുന്നുണ്ട്. ടാരോ പഠിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ മൈ കോഴ്സ്. അല്ലെങ്കിൽ നമ്മൾ ആത്മീയ യാത്രയിലാണെന്ന് പരിശോധിക്കാം. അപ്പോൾ എന്താണ് ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഡിസ്കഷൻ തുടങ്ങാം. ആത്മീയതയെ ഞാൻ നിർവചിക്കാനൊന്നും നിൽക്കുന്നില്ല. പൊതുവേ ആത്മീയതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ പേർപ്പസ് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു തുടങ്ങുന്ന നിമിഷമാണ് ആത്മീയത തുടങ്ങുന്നത്. പക്ഷേ എന്നെക്കാളും നന്നായിട്ട് ഇത് 6-ാം തമ്പുരാനിൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡയലോഗ് കേട്ട് നോക്കാം. അവിടെ നിന്ന് നമുക്ക് ആത്മീയത തുടങ്ങാം. ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിന് ഉത്തരം. ഞാൻ ആര്? അവര് പറഞ്ഞില്ല. അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മത്തിന്റെയും. ഗ്രേറ്റ്. അപ്പോൾ ജീവിതത്തിന്റെ നമ്മൾ ആരാണ് എന്ന് അന്വേഷിക്കുന്ന നിമിഷമാണ് ആത്മീയത തുടങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇത് നമ്മുടെ മനസ്സിൽ തുടങ്ങുമ്പോൾ, അതായത് എന്താണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം, അല്ലെങ്കിൽ ജീവിതത്തിലൊരു വിരക്തിയോ അല്ലെങ്കിൽ അർത്ഥമില്ലായ്മയോ തോന്നുമ്പോൾ ആളുകൾ പൊതുവേ നമ്മളെ 3 കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കും. ഒരുപക്ഷെ ആളുകൾ പറയും അത് മിഡ് ലൈഫ് ക്രൈസിസ് ആണെന്ന് പറയും. മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു 40കളുടെ തുടക്കത്തിലോ പകുതിയിലോ എല്ലാവരും പൊതുവെ 90% ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ, ആങ്സൈറ്റി വരും. പിന്നെ ഒരു റെസ്റ്റ്ലെസ്നെസ് നമുക്ക് തോന്നും. പിന്നെ ജീവിതത്തിൽ മൊത്തം മാറ്റങ്ങൾ വേണം തോന്നും. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം ഇല്ലാന്ന് തോന്നും. ഇതിനെ നമ്മൾ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇത് അല്ല ആത്മീയത എന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. 2 ആളുകൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കില്ല. ചിലപ്പോൾ പറയും നമുക്ക് വട്ടാണെന്ന് പറയും. അതും നമ്മൾ കേൾക്കാൻ ഇതാണ്. മാത്രമല്ല ചിലപ്പോൾ ഇതിൻ്റെ ഒരു വേറെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നുള്ളത് തന്നെയാണ് മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയും. ഒരു കാര്യം കൂടി ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു. അത് പെട്ടെന്ന് മറന്നു, ഇപ്പോഴാണ് ഓർമ്മ വന്ന്. നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയും. ഉദാഹരണത്തിന് നിങ്ങൾ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന ഒരു പഴയ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ ശ്രീനിവാസൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഒളിച്ചോടുകയാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ ഇതൊന്നുമല്ല ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത ആണെന്ന് അറിയണമെങ്കിൽ 6 ലക്ഷണങ്ങളുണ്ടാവും. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ പണത്തേക്കാൾ സ്വയം വിലമതിക്കും. അതായത് പണത്തേക്കാൾ സ്വയം വിലമതിക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചതാണ്, ഉദാഹരണത്തിന് മെഡിറ്റേഷൻ എന്ന് പറയുന്ന, ഞാനിവിടെ നോട്ട്സ് വെച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ കണ്ണ് താഴെ പോകുന്നത്. മെഡിറ്റേഷൻ, അതായത് ധ്യാനം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. പലപ്പോഴും നമുക്കറിയാലോ, ഈ ധ്യാനം എന്ന് പറയുന്നത് ആത്മീയതയെക്കാളും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അസാമാന്യമായിട്ടുള്ള ഫോക്കസ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ധ്യാനിച്ച് തുടങ്ങുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കോമ്പറ്റീഷൻ സ്പിരിറ്റ് പോകും. പലപ്പോഴും നമ്മൾ ക്രിയേഷനാണ്, എന്ത് നമുക്ക് ചെയ്യാനാകും, എത്ര നമുക്ക് ചെയ്യാനാകും, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നമ്മൾ കെയർ ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ ജോലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ഒരു മാഗ്നറ്റായി മാറും. ആളുകൾ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അത് ആത്മീയതയുടെ ആദ്യ ലക്ഷണമാണ്. 2 എന്ന് പറയുന്നത് അചഞ്ചലമായിട്ടുള്ള പ്രതീക്ഷയാണ്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും യൂണിവേഴ്സ് കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം. അതായത് നമ്മളെപ്പോഴും നയിക്കപ്പെടുകയാണ് എന്ന് പറയുന്ന ഒരു ആത്മീയ, ഒരു എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ആരെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ പലപ്പോഴും നമുക്കൊരു അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് പലപ്പോഴും കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കില്ല, പ്രതീക്ഷയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ വിചാരിക്കും വേൾഡ്, ഒരു ലോകം എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു കടലാണെന്നും അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് എന്ന് പറഞ്ഞ് നാം മുന്നോട്ട് പോകും. 3-ാമത്തെ ഒരു ഫീച്ചർ പൊതുവെ ആത്മീയ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള എനർജി ഉണ്ടാവും. അതായത് ഒരിക്കലും നിങ്ങൾ ഡള്ളായിരിക്കില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്ന് വേണ്ട, നമുക്ക് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കും, വഴക്കുകൾ ഒഴിവാക്കും. നമുക്ക് എപ്പോഴും ഭയങ്കര എനർജി ആയിരിക്കും. ആളുകൾ പലപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പോൾ നിങ്ങളൊരു വയസ്സ് പറയുന്നു, ഇത്ര പ്രായമായ, നിങ്ങളുടെ എനർജി കണ്ട് അത് പറയില്ലല്ലോ എന്ന് പറയും. ഇത് ശരിക്കും ആത്മീയതയുടെ ഒരു ലക്ഷണമാണ്. കാരണം അതിനെ നമ്മൾ സ്പിരിച്വൽ എനർജി എന്നാണ് പറയുന്നത്. അത് ഇന്റേണലി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അസാമാന്യമായിട്ടുള്ള നമുക്കൊരു എനർജി കിട്ടും. 4-ാമത്തെ ഘടകം എന്ന് പറയുന്നത്, നമുക്ക് ബന്ധങ്ങളിൽ വളരെ ഊഷ്മളത അനുഭവപ്പെടും. പൊതുവേ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ ധ്യാനം, എനർജി,
പിന്നെ അനാവശ്യമായിട്ടുള്ള അനാലിസിസ് പാരാലിസിസ് എല്ലാം ഒഴിവാക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം, നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധം, നമുക്ക് ചുറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പുതിയ ഊഷ്മളതയും, അവർ നമ്മളെ ഒരു എന്താ പറയുക സ്നേഹത്തോടെ നോക്കും, നമ്മളോട് അവർക്ക് ബഹുമാനം കൂടുമെന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തത്, പൊതുവേ ഞാൻ തോറ്റു എന്നൊരു വാക്ക് പറയില്ല, അതൊരു പാഠമായിരുന്നു എന്നാണ് പറയുള്ളൂ. ഒരിക്കലും ലൈഫ് ഫെയിലിയർ എന്ന വാക്ക് ആത്മീയ യാത്രയിലുള്ളവർ ഉപയോഗിക്കാറില്ല. അതെല്ലാം ജീവിതത്തിലെ പാഠങ്ങളാണ്, സ്പിരിച്വൽ ലെസൺസ് എന്ന് പറയും, ആത്മീയ പാഠങ്ങൾ. അതിൻ്റെ ഒരു ജേണിയിലാണ് അതാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി അവസാനം നമ്മൾ എപ്പോഴും മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നുള്ളതാണ്. അതായത് വാല്യൂസ് എന്ന് പറയുമല്ലോ, നമ്മളൊരിക്കലും നമ്മളെ ലോവർ ചെയ്യില്ല, നമ്മൾ ചില മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. അപ്പോൾ ഈ 6 കാര്യങ്ങളും എൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ടുള്ള ആൽബർട്ട് ഗാർസിയ എന്ന് പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ അതിൽ കൂടുതലുണ്ട്. ഇത് ഞാൻ എൻ്റേതായ രീതിക്ക് മോഡിഫൈ ചെയ്താണ്. അപ്പോൾ നിങ്ങളോട് 6 ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആത്മീയ യാത്രയിലാണെങ്കിൽ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നിങ്ങൾ പണത്തേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വയം വിലമതിക്കും. 2 അചഞ്ചലമായിട്ടുള്ള പ്രതീക്ഷയുള്ളവരായിരിക്കും നിങ്ങൾ. 3 ഫുൾ ഓഫ് എനർജി ഉണ്ടാവും. 4 ബന്ധങ്ങളിൽ പുതിയ ഊഷ്മളത കണ്ടെത്തും. 5 തോൽവിയല്ല, അതെല്ലാം പാഠങ്ങളാണെന്ന് പറയും. 4 മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. അപ്പോൾ ഇതിൽ 6 എത്ര കാര്യം താങ്കൾ റെസണേറ്റ് ചെയ്തു എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മീയ യാത്രയിലാണോ അതോ മിഡ് ലൈഫ് ക്രൈസിലാണോ എന്ന് എനിക്കറിയാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇത് പെട്ടെന്നുണ്ടാക്കിയൊരു വീഡിയോ ആണ്, കുറവുകൾ ക്ഷമിക്കണം. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കണം. Until we meet, this is your trainer Pradeep signing off.